ഹായ്, ആപ്ലിക് പാറ്റേൺ വരുന്നൊരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആപ്ലിക് ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അത് സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്കും. അപ്പോൾ ഒത്തിരി പേർ ഞങ്ങൾക്ക് കോട്ടണിലെ ആപ്ലിക് വേണം. അപ്പം കോട്ടണിലൊരു ആപ്ലിക്, അതും കോട്ടണിലെ നമ്മുടെ ഫേവറേറ്റ് ഉള്ള അജ്രക് ഡിസൈൻ വിത്ത് ഹെവി ആപ്ലിക് പാറ്റേൺ വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നുണ്ടല്ലേ. ഇതിനൊക്കെ എപ്പോഴും ഡിമാൻഡാണ്. നമ്മൾ നേരത്തെയൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ട്. സെയിം ആയിരിക്കില്ല, ഇതുപോലത്തെ റിപ്ലിക്കാസ് കാണിച്ചിട്ടുണ്ട്. നല്ല മൂവിങ് ആണ്. ഹെവി ആപ്ലിക് ആണ്. അതിൻ്റെ യോക്കിലും ദുപ്പട്ടയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതുപോലെ വരും. നല്ല കളർ ഷെയ്ഡ്സുകളാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഇതെല്ലാം നല്ല ഹെവിയാണ്. ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷെയ്ഡ്സാണ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ടും യൂസ് ചെയ്യാം. സോ അപ്പം ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ യോക്കിലെ ആപ്ലിക്. അതായത് ഒരു ട്രീ പോലെ, അതിനൊരു ലീഫ് ട്രീ പോലെ ഒരു സ്റ്റെമ്മ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ലീഫ് പാറ്റേണിലുള്ള ആപ്ലിക്ക് ചെയ്തേക്കുന്നു. ചെറിയ ഫ്രഞ്ച് നോട്ട്സും മിറർ വർക്കും അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാച്ച് വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക് ഡിസൈൻ ആണ്. ഓൾ ഓവർ ബാലൻസ് ഫ്രണ്ടിലും ബാക്കിലും പ്യുവർ കോട്ടൺ ഫാബ്രിക്. ആൻഡ് യൂഷ്വലി നമ്മുടെ 99% ഐറ്റംസും സെൽഫ് കളറിലാണ്. അതായത് ടോപ്പ്, ദുപ്പട്ട, ബോട്ടം എല്ലാം ഒരേ കളറാണ്. അപ്പോൾ ഇടയ്ക്ക് മാത്രം നമ്മൾ ഒത്തിരി പേര് ചോദിക്കുമ്പം കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് കാണിക്കും. ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ടാണ്, അതായത് ഈ യോക്ക് കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരും. ബട്ട് വളരെ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടയും ഐറ്റം ഒക്കെ കാണാൻ. അതായത് ഉണ്ടല്ലോ, ദുപ്പട്ടയിലും ആപ്ലിക് ചെയ്തിട്ടുണ്ട് വിത്ത് ആ ഒരു പ്രിന്റ്, ബ്ലോക്ക് പ്രിന്റ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആപ്ലിക് അഡീഷണൽ റോജൂട്ട്, സോഫ്റ്റ് റോജൂട്ട് ഫാബ്രിക്കിലാണ് എൻ്റെ ബോട്ടം ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള ഡിസൈൻസ് ഒന്നും ഒരിക്കലും ട്രെൻഡ് മാറില്ല. ഇങ്ങനെ ഈ ആപ്ലിക്കൊക്കെ വരുന്ന ഈ ടൈപ്പിൻ്റെ ഐറ്റംസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അതും ഒരുപാട് നാളുകൾക്ക് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ മൂവിങ് ആണ്. ഇതും അതിൽ നിന്നും ചെറിയ ഡിഫറൻസ് ഒക്കെ വന്ന് കാണും. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ഇല്ല, എല്ലാവർക്കും ചേരും. ഇങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പിനാണെങ്കിലും ചേരും. നല്ല പെർഫെക്റ്റ് ലുക്കായിരിക്കും. ബ്യൂട്ടിഫുൾ ദുപ്പട്ട, അതിൽ ബ്ലോക്ക് പ്രിന്റും ആപ്ലിക് പാറ്റേണും. ആൻഡ് ബോട്ടം ആണെങ്കിലും റോജൂട്ട് ഫാബ്രിക് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ലുക്കായിരിക്കും ഇങ്ങനെ വരും. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിലിങ്ങനെ നമ്മൾ കളറൊന്നും സത്യത്തിൽ കാണേണ്ട ആവശ്യമില്ല. മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ടയിലെ ആപ്ലിക്കും ടോപ്പിലെ ആപ്ലിക്കും ആണ്. അത് ജസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ഏത് കളർ വേണേലും വാങ്ങിക്കാം. എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്, ഒത്തിരി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. 1295 പ്രൈസ്. ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോയുടെ കോമ്പിനേഷനാണ്. അതായത് മസ്റ്റർഡും ഒരു ഗ്രീനും, ബോട്ടിൽ ഗ്രീനും, അടിപൊളി കോംബോ ആണ്. മസ്റ്റർഡും ബോട്ടിൽ ഗ്രീനും ആ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ചെയ്തേക്കുന്നത്. റോജിറ്റ് ഫാബ്രിക് പാച്ചാണ് യോക്കിലും ആൻഡ് ബോട്ടത്തിനും കൊടുത്തേക്കുക. ദുപ്പട്ട ഒരു സിൽക്ക് ബേസ്ഡ് പോലത്തെ ഫാബ്രിക്കിലാണ്, ആപ്ലിക് വിത്ത് ബ്ലോക്ക് പ്രിന്റ്. ഇതാണ് ലാസ്റ്റ് വൺ. ഇതിൽ ബേസ് വന്നേക്കുന്നത് എന്നാ പറയുക, ഒരു ബ്ലാക്ക് ആണോ നേറ്റിയിൽ ബ്ലൂ ആണോ, അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. ബ്ലാക്ക് ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒത്തിരി ഇങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് എന്തോ ചെറിയൊരു ബ്ലാക്ക് പോലത്തെ ഷെയ്ഡാണ് ബേസ് വന്നേക്കുന്നത്. ചെറിയ ചെറിയ ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ യോക്കിൽ വരുന്നുണ്ട്. റോജൂട്ട് പാച്ച്, റോജൂട്ട് ബോട്ടം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ. ഇത്രയും കളർ ഷെയ്ഡ്സ്, 5 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. 1295, 1295 ആണ് റേറ്റ്. താങ്ക് യു.